عليكم ورحمة الله. مرادي يا مرادي يا مرادي مرادي شاء قدير الله مرادي وشوقي أنت يا قطب الزمان وجودي مظهر الله സുൽത്താനി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ അതിൻ്റെ രണ്ടാമത്തെ 10 ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയായി. ദോഷങ്ങൾ പുറത്തു നൽകുന്ന 10 ദിവസങ്ങൾ, മഗ്ഫിറത്തിൻ്റെ 10 ദിവസങ്ങൾ. ദോഷങ്ങൾ പൊറുക്കുക എന്നത് അള്ളാഹുവിന് വളരെയേറെ താല്പര്യമുള്ള സംഗതിയാണ്. മഹാപാതകം ചെയ്തവർക്കുള്ള വേദനാജനകമായ ശിക്ഷ ഖുർആൻ പ്രതിപാദിച്ചതിന് ശേഷം അവിടങ്ങളിലെല്ലാം ഒരെക്സെപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഇല്ലാമൻ താബ, പശ്ചാത്തപിച്ചവരെ അതിൽ നിന്ന് ഒഴിവാക്കുന്നതായി കാണാൻ കഴിയും. ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാത്തിൽ വഖൂദ് ഇദ്ഹും അലൈഹാ ഖുഊദ്. വിശ്വസിച്ചതിൻ്റെ പേരിൽ വലിയൊരു ഗർത്തമുണ്ടാക്കി അതിൽ തീ നിറച്ച് വിശ്വസിച്ചവരെ അതിലേക്ക് തള്ളിയിട്ടിരുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞ് അവർ ശപിക്കപ്പെട്ടു, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി സുമ്മ ലം യതൂബു ഫലഹും അദാബു ജഹന്നം. അവരിൽ പശ്ചാത്തപിച്ച് മടങ്ങാത്തവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്, അവർക്ക് നരക ശിക്ഷയുണ്ട്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ഒരുപാടിടങ്ങളിൽ കൊല നടത്തിയവർ, വ്യഭിചരിച്ചവർ, ഭൂനിവാസം ചെയ്തവർ, അവർക്കൊക്കെയുള്ള വേദനാജനകമായ ശിക്ഷ പ്രതിപാദിച്ചതിന് ശേഷം പശ്ചാത്തപിച്ചവരൊഴിച്ച് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയവർക്കൊഴികെ അവർക്ക് ആ ശിക്ഷ ഉണ്ടാവുകയില്ല. അവരുടെ കാര്യത്തിൽ അള്ളാഹു എല്ലാം പുറത്തു നൽകുന്നവനാണ്. പുറത്തു നൽകുക എന്നത് അള്ളാഹുവിന് വളരെയേറെ താല്പര്യമുള്ളൊരു സംഗതിയായി നമുക്ക് കാണാൻ കഴിയും. ആയത്തുകൾ അങ്ങനെയാണ്, ഹദീസുകൾ അങ്ങനെയാണ്. ആ 10 ദിനങ്ങളാണ് പരിശുദ്ധ റമദാനിലെ മധ്യത്തിലെ 10 ദിനങ്ങൾ. 11 മുതൽ 20 വരെയുള്ള 10 ദിവസം. 99 പേരെ കൊന്ന ഒരാളുടെ ചരിത്രം ഹദീസിൽ പറയുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം, പൂർവിക സമൂഹത്തിലാണ്. അങ്ങനെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ആബിദിൻ്റെ അടുത്ത് ചെന്ന്, പ്രപഞ്ചത്യാഗിയായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് ഇയാൾ കാര്യം ബോധിപ്പിച്ചു. ഞാൻ 99 പേരെ കൊന്നു, എൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുമോ? അദ്ദേഹം ദേഷ്യപ്പെട്ടു. 99 നിരപരാധികളെ കൊന്ന നിന്നെ അള്ളാഹു സ്വീകരിക്കുകയോ? ഓണം ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ചപ്പോൾ ഇയാൾ 99 ഒന്നുകൂടെ കൊന്നു 100 തികച്ചു. ആ ആബിദിനെയും കൊന്നു. അങ്ങനെ കൂടുതൽ തൗറാത്തിനെ കുറിച്ചും പൂർവ്വവേദങ്ങളെക്കുറിച്ചും നന്നായി അറിവുള്ള മറ്റൊരു പണ്ഡിതന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, 100 പേരെ കൊന്നു, പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുമോ? തീർച്ചയായും സ്വീകരിക്കും. സമീപത്തുള്ള സജ്ജനങ്ങൾ താമസിക്കുന്ന നാട്ടിൽ പോയി അവിടെ വെച്ച് പശ്ചാത്തപിക്കുക, അള്ളാഹുവിനോട് പുറത്തു തരാൻ അപേക്ഷിക്കുക, എന്നാൽ അള്ളാഹു പുറത്തു തരും. ഇത് കേട്ട് അദ്ദേഹം ആ നാട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായി
അസ്രായിൽ അലൈഹിസ്സലാം എന്ന അദ്ദേഹത്തിൻ്റെ റൂഹ് പിടിക്കുകയാണ്. അങ്ങനെ മരണമാസന്നമായി. മരണം സംഭവിച്ചു. റഹ്മത്തിൻ്റെ മലക്കുകളും അദാബിൻ്റെ മലക്കുകളും പരസ്പരം തർക്കിച്ചു. ഞങ്ങൾ ഏറ്റെടുക്കും ഇദ്ദേഹത്തിൻ്റെ റൂഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അവർക്കിടയിലേക്ക് ന്യായാധിപനായി പറഞ്ഞയച്ചു. അയാളുടെ ചരിത്രമൊക്കെ വിശദീകരിച്ചു. 100 ആളെ കൊന്നവനാണ്. അങ്ങനെ പശ്ചാത്തപിക്കാൻ സജ്ജനങ്ങൾ താമസിക്കുന്ന നാട്ടിലേക്ക് യാത്രയാവുകയാണ്. അതിനിടയിലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ വിധികർത്താവ് തീരുമാനം പറഞ്ഞു, പാപം ചെയ്ത നാട്ടിലേക്കാണ് ദൂരം കുറവെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൂഹിനെ അദാബിൻ്റെ മലക്കുകൾ കൊണ്ടുപോകും. അയാൾ പശ്ചാത്തപിക്കാൻ ഉദ്ദേശിച്ച സജ്ജനങ്ങളുടെ നാട്ടിലേക്കാണ് ദൂരം കുറവെങ്കിൽ അദ്ദേഹത്തിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ അദ്ദേഹത്തിൻ്റെ റൂഹിനെ ഏറ്റെടുക്കണം. അങ്ങനെ ഭൂമി അളന്നു. അയാൾ മരണസമയത്ത് താല്പര്യപൂർവം നെഞ്ചുകൊണ്ടെന്ന് ഏഞ്ഞ് അല്പം കൂടുതൽ അടുത്തിരുന്നു സജ്ജനങ്ങളുടെ നാടുമായി. എന്നിട്ടും ദൂരം കൂടുതൽ സജ്ജനങ്ങളുടെ നാട്ടിലേക്ക് തന്നെയായി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ ഭൂമിയോട് അന്തഖാറബീ, നീ അടുക്കുക എന്നും, പാപം ചെയ്ത നാടിനോട് അന്തബാദി, നീ അകലുക എന്നും പറഞ്ഞ് അല്പം ഈ നാടിനെ അകറ്റുകയും സജ്ജനങ്ങളുടെ നാടിനെ അടുപ്പിക്കുകയും ചെയ്തത് കാരണം അളന്നു നോക്കിയപ്പോൾ ദൂരം കുറവായി മനസ്സിലായത് സജ്ജനങ്ങളുടെ നാട്ടിലേക്കാണ്. അങ്ങനെ അദ്ദേഹത്തെ റഹ്മത്തിൻ്റെ മലക്കുകൾ കൊണ്ടുപോവുകയും അയാൾ സ്വർഗാവകാശിയായി തീരുകയും ചെയ്തു. അള്ളാഹുവിന് പൊറുക്കാനുള്ള താല്പര്യമാണ് സഹോദരങ്ങളെ. പുറത്തു കൊടുക്കുക എന്നത് അള്ളാഹുവിന് അത്രയേറെ പ്രിയപ്പെട്ട സംഗതിയാണ്. അവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സജ്ജനങ്ങളുടെ നാട്ടിലേക്ക് പോയി അവിടെ വെച്ച് പശ്ചാത്തപിക്കാനാണ് ആ വിവരമുള്ള പണ്ഡിതൻ അദ്ദേഹത്തോട് കൽപ്പിച്ചത്. അതൊരു പ്രധാന ഘടകമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൊടും ക്രൂരതകൾ ചെയ്ത് നടന്നവർ പശ്ചാത്തപിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവർ സ്വന്തമായി വീട്ടിലിരുന്ന് പശ്ചാത്തപിക്കുകയല്ല ചെയ്യാറുള്ളത്. മറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ എത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തി അവിടുത്തെ നിർദ്ദേശങ്ങൾ പാലിച്ച് അവിടത്തോട് ആത്മബന്ധം സ്ഥാപിച്ചാണ് പശ്ചാത്തപിക്കാറുള്ളത്. അതോടെയാണ് എത്ര കഠിനമായ പാപമായിരുന്നാലും അള്ളാഹു പുറത്തു കൊടുക്കുന്നത് അവിടെയാണ്. ഇഷ്ടംപോലെ സംഭവങ്ങൾ അതിന് സാക്ഷികളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടും ക്രൂരതയായിരുന്നു അതുവരെ ചെയ്തു കൂട്ടിയത്. തക്കം കിട്ടിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കണമെന്ന ഉറച്ച തീരുമാനവുമായി നടക്കുകയായിരുന്നു. അങ്ങനെ മനംമാറ്റം വന്ന് മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തുകയാണ്. ഇക്രിമത്ത് ബിൻ അബീ ജഹൽ റളിയല്ലാഹു അൻഹു അബൂജഹലിൻ്റെ മകനാണ്. അബൂജഹലിനുണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബാക്കളോടും ഉണ്ടായിരുന്ന ആ കഠിനമായ ദേഷ്യവും വൈരാഗ്യവും പകയും വിദ്വേഷവും അത് ശതഗുണീഭവിച്ച് ഇക്രിമയുടെ മനസ്സിൽ, ഇക്രിമയുടെ തലയിലുണ്ടായി. മക്കാ വിജയം നടന്ന സമയം ഭാര്യയുടെ പ്രബോധനം കാരണം ഇക്രിമക്ക് മനംമാറ്റമുണ്ടാവുക. അങ്ങനെ മഹാനവറുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തുകയാണ്. ഇതൊരു പ്രധാന ഘടകമാണ്. കാഠിന്യമേറിയ കുറ്റകൃത്യങ്ങൾ എല്ലാം പൊറുക്കപ്പെടും.
എല്ലാം പൊറുക്കപ്പെടും. പക്ഷേ അതിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം. അതിന് അള്ളാഹുവിൻ്റെ പ്രതിനിധിയെ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലെത്തണം. അവിടെ വെച്ച് പൊറുക്കൽ ചോദിക്കണം. അവിടത്തോട് ആത്മബന്ധം സ്ഥാപിക്കണം. അപ്പോഴാണ് ആ പൊറുക്കൽ അള്ളാഹുവിന് താല്പര്യമേറെയുള്ളതായ പൊറുക്കൽ, മഗ്ഫിറത്ത് സംഭവിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം അതുതന്നെയാണ് സംഭവിച്ചത്. ഖുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഒന്നാന്തരം കൊള്ളക്കാരനായി ഇറാനിലെ സർഖസ് നഗരത്തിൻ്റെ പരിസരത്ത് യാത്ര ചെയ്യുന്ന മുഴുവൻ യാത്രികരെയും കൊള്ളയടിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. ഒരുപാട് പേരെ കൊന്നു, ഒരുപാട് പേരുടെ ധനം കൊള്ളയടിച്ചു. അങ്ങനെ ഒരു സമയം തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ഒരാൾ ഖുർആൻ ഓതുന്നത് കേൾക്കുകയാണ്. അലം യഅ്നി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഇനിയും വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന് വേണ്ടി കീഴ്പ്പെടാൻ സമയമായില്ലയോ എന്ന ഖുർആൻ വചനം കേട്ടതോടെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. ബലാ ഖദ് ആന യാ റബ്ബ്, സമയമായി റബ്ബേ എന്ന് പറഞ്ഞ് അദ്ദേഹം മക്കയിൽ ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവുമായി ബന്ധം സ്ഥാപിക്കുകയാണ്. മാനവർകളുമായി ആത്മബന്ധം സ്ഥാപിക്കുകയാണ്. അതോടെയാണ് അദ്ദേഹം നാളുകളായി, വർഷങ്ങളായി ചെയ്തു വന്ന പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നത്. അങ്ങനെയാണ് കൊല്ലപ്പെട്ടവരുടെ രക്ഷിതാക്കളെ കണ്ട് അവർക്ക് വേണ്ടത് നൽകി, അവരുടെ മനസ്സ് സംതൃപ്തമാക്കി. കൊള്ളയടിച്ച ആളുകളുടെ കാശ് തിരിച്ചു കൊടുത്തു. ഇടപാടുകൾ, ബാധ്യതകൾ പൊറുക്കപ്പെടണമെങ്കിൽ അത് നിറവേറ്റണം. അതുകൊണ്ട് ഇത്ര തന്നെ കണിശമായ, ഇത്ര ക്രൂരമായ, കഠിനമായ പാപങ്ങൾ വരെ പൊറുപ്പിക്കാൻ, അള്ളാഹു പുറത്തു കൊടുക്കാൻ കാരണമായത്, അതിനുള്ള വഴികളെല്ലാം എളുപ്പമായത് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചപ്പോഴാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളെ കുറിച്ച് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് ഖത്താബ അലാ യദൈഹി മിൻ ഖുത്താഇ ത്വരീഖി വ അഹ്ലി ശഖാവത്തി അക്സർ മിൻ മിഅത്തി അൽഫ്. കൊള്ളയും കൊലയും പതിവാക്കിയവർ, അങ്ങനെ അമ്പേ പരാജയപ്പെട്ട ആളുകളിൽ നിന്ന് 100,000-ൽ പരം ആളുകൾ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈക്ക് പശ്ചാത്തപിച്ചു. മാനവർകളുടെ സന്നിധിയിലെത്തി പശ്ചാത്തപിച്ചവരുടെ ദോഷം പൊറുപ്പിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, മഗ്ഫിറത്ത് അള്ളാഹുവിന് വളരെയേറെ ഇഷ്ടമുള്ള സംഗതിയാണ്. അതിന് നിർബന്ധമായി സ്വീകരിക്കേണ്ട മാർഗം അള്ളാഹുവിൻ്റെ പ്രതിനിധിയുടെ സന്നിധിയിലെത്തുക എന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശിയുടെ സവിധത്തിലെത്തി മാനവர்களுമായി ഒരു ആത്മബന്ധം സ്ഥാപിക്കുക എന്നതാണ്. ആ പ്രതിനിധിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശിയാണ് ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബി സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി. മാനവர்களுടെ സവിധത്തിലെത്തി മാനവர்களுമായി ആത്മബന്ധം സ്ഥാപിച്ച് അവിടുത്തെ നിർദ്ദേശങ്ങൾ പാലിച്ച് നാം അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ ആവശ്യപ്പെട്ടാൽ നിസ്സംശയം അള്ളാഹു പുറത്തു തരും. എത്രമാത്രം കഠിനമായ പാപങ്ങളായാലും, എത്രമാത്രം കൂടുതലുള്ള പാപങ്ങളായാലും
അതെല്ലാം അള്ളാഹു പുറത്തു തരും. അതിന് മഹാനായ നായിബ് ഖുത്ബി സമാൻ ശൈഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളുടെ സന്നിധിയിലെത്തുക. നാം അഹങ്കരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ പ്രത്യേകതയാണ്. ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ശൈഖുനാ ശൈഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളുടെ പൊന്നോമന പുത്രനാണ്, മഹാനവറുകളുടെ പകരക്കാരനാണ്. ഈ ദൗത്യങ്ങളെല്ലാം മഹാനവറുകളെയാണ് ബഹുമാനപ്പെട്ടവരെ ഏൽപ്പിച്ചത്. അവിടത്തെ സമീപിച്ചാൽ അള്ളാഹുവിൻ്റെ ആ പ്രതിനിധിയുമായുള്ള ബന്ധം സ്ഥാപിക്കാനാവും. നമ്മുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരികയും ചെയ്യും. ഈ 10 ദിനരാത്രങ്ങൾ, റമദാനിലെ രണ്ടാമത്തെ 10 ദിനരാത്രങ്ങൾ, മഗ്ഫിറത്തിൻ്റെ 10 ദിനരാത്രങ്ങൾ, നാം അതിനായി ശ്രമിക്കുക. ഈ ദിനരാത്രങ്ങളിൽ ദോഷങ്ങൾ പുറത്തു തരാൻ നാം അള്ളാഹുവിനോട് നന്നായി ചോദിക്കുക. അതിൻ്റെ വഴി അള്ളാഹു തുറന്നു തരും. അതിനുള്ള വഴി ഇതാണെന്ന് മനസ്സിലാക്കി ഈ പരിശുദ്ധ മാർഗത്തിലൂടെ തന്നെ നാം അള്ളാഹുവിനോട് പൊറുക്കലിന് അപേക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നാം പാപമുക്തരാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.